മനുഷ്യൻ പൂർണ്ണനാകുന്നത് നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ സഹായിക്കുകയും നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴാണ്. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും. മലയാള സിനിമാ രംഗത്തെ മഹാനടനായ മമ്മൂക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മമ്മൂട്ടി, അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗത്തിലെ അല്പം ചില വാചകങ്ങളാണ് നമ്മൾ കേട്ടത്. ദൈവത്തെ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന്. എന്നാൽ ആ പരാമർശത്തോട് അല്പം മമ്മൂക്കയുമായി ഞാൻ വിയോജിക്കുകയാണ്. ദൈവത്തെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിയാതെ വന്ന ചില പിഴവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർത്തും ശരിയല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ യാ ഇബ്നു ആദം മരിതു ഫലം തഅദുനി. പരലോകത്ത് പടച്ചറബ് മനുഷ്യരെ നിർത്തിയിട്ട് ചിലരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. ഈ ചോദ്യം കേൾക്കുമ്പോ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും: കാല വഅഊദുക വഅൻത റബ്ബുൽ ആലമീൻ. പടച്ചറബ്ബേ, നീ ലോകത്തിന്റെ രാജാതിരാജനല്ലേ, നിനക്കെങ്ങനെയാണ് രോഗമാവുക? അപ്പോൾ അല്ലാഹ് പറയും: എന്റെ ഇന്നാലിന്ന വ്യക്തി രോഗിയായി കിടന്നപ്പോൾ നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്കെന്നെ അവിടെ കണ്ടെത്താമായിരുന്നുവെന്ന്. അതെ, താങ്കൾ നൽകുന്ന സേവനങ്ങൾ രോഗികൾക്കും നിരാലംബർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും വളരെയധികം താങ്ങും തണലുമാവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ താങ്കൾ ചെയ്യുമ്പോൾ അത്തരം മനുഷ്യരുടെ കണ്ണിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൽ താങ്കൾക്ക് ദൈവത്തെ കാണാമായിരുന്നു. അത്തരം മനുഷ്യരുടെ നെഞ്ചിലൊന്ന് കൈവച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് അവിടെ ദൈവത്തെ കാണാമായിരുന്നു. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങൾക്കും പ്രചോദനമാവാനുള്ള ചില സൂചനകളാണ് ഇത് നമ്മോട് നൽകുന്നത്.